നമസ്കാരം. വോട്ടെണ്ണലിനിടെ വലിയ ട്വിസ്റ്റുകൾ നടന്ന ഹരിയാനയിൽ മൂന്നാമതും ഭരണം നിലനിർത്തി ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ മുന്നേറിയ കോൺഗ്രസ് വോട്ടെണ്ണൽ 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ പിറകെ പോയത് പാർട്ടി നേതാക്കളെ പോലും ഞെട്ടിച്ചു. ജാട്ട് സമുദായത്തിന് മുൻതൂക്കമുള്ള മേഖലകളിലടക്കം അട്ടിമറി മുന്നേറ്റം നടത്തിയ ബി.ജെ.പി 49 സീറ്റുകളുമായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സീറ്റ് നിലയിലെത്തി. അതേസമയം ദുഷ്യന്ത് ചൗത്താലയുടെ ജെ.ജെ.പി തകർന്നടിയുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കണ്ടത്. INLD 1 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസിന് 36 സീറ്റാണ് നേടാനായത്. ഹരിയാനയിൽ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ ആഘോഷം കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിലായിരുന്നു. എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസിന് 70-ലധികം സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചിച്ചത്. എന്നാൽ 9:30 ഇത് മാറിമറിഞ്ഞു. വോട്ടിംഗ് മെഷീനുകളിലെ കണക്ക് വന്നു തുടങ്ങിയതോടെ കോൺഗ്രസ് പെട്ടെന്ന് താഴേക്ക് പോയി. ഇടയ്ക്ക് ഇഞ്ചോടിഞ്ചായെങ്കിലും പിന്നീട് ബി.ജെ.പി വ്യക്തമായ മേധാവിത്വം ഉറപ്പിച്ചു. തെക്കൻ ഹരിയാനയും രാജസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന ആഹിർവാൾ മേഖലയും ബി.ജെ.പി തൂത്തുവാരി. ദില്ലിക്ക് ചുറ്റും കിടക്കുന്ന 10-ൽ 8 സീറ്റിലും ബി.ജെ.പിയാണ് ജയിച്ചത്. യുപിയുമായി ചേർന്ന് കിടക്കുന്ന ജാട്ട് സ്വാധീന മേഖലകളിൽ പകുതി സീറ്റുകളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചത് അവരെ വൻ വിജയത്തിലേക്ക് നയിച്ചു. അതേസമയം ജമ്മു കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ജമ്മു മേഖലയിലെ സീറ്റുകളിൽ കൂടി വിജയിച്ചാണ് നാഷണൽ കോൺഫറൻസ് വ്യക്തമായ ആധിപത്യം നേടിയത്. ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ടേറ്റുമുട്ടിയ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ബി.ജെ.പിക്ക് മുന്നേറ്റമുണ്ടാക്കാനായി. ജമാഅത്തെ ഇസ്ലാമിയും എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയും മത്സരത്തിൽ തകർന്നടിഞ്ഞു. രാജ്യം ഉറ്റുനോക്കിയ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭയ്ക്ക് സാധ്യതയോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് നാഷണൽ കോൺഫറൻസ് സഖ്യം അനായാസേന ജയിച്ചു കയറിയത്. നാഷണൽ കോൺഫറൻസ് നേടിയ തകർപ്പൻ ജയത്തിന്റെ ക്രെഡിറ്റിൽ കോൺഗ്രസിനും ആശ്വസിക്കാം. കശ്മീർ മേഖലയിലെ 47 സീറ്റിൽ ഭൂരിപക്ഷവും നാഷണൽ കോൺഫറൻസ് തൂത്തുവാരി. കശ്മീർ താഴ്വരയിൽ ജനങ്ങൾ ഫറൂഖ് അബ്ദുള്ളയുടെയും ഒമർ അബ്ദുള്ളയുടെയും നേതൃത്വത്തോടാണ് വിശ്വാസം കാട്ടിയത്. മത്സരിച്ച 57-ൽ 42 സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസ് തരംഗമായി മാറുകയായിരുന്നു. മത്സരിച്ച 2 സീറ്റുകളിലും ഒമർ അബ്ദുള്ള വിജയിച്ചു.